ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ അസമത്വം ഇല്ലാതാക്കാനും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനുമായി വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സുമായി ഗുജറാത്തിൽ ഉന്നതതല കൂടിക്കാഴ്ച നടത്തി 19 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഈ മാസം 28-ന് തുടക്കം. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന്. കേരളത്തിലെ 3 തദ്ദേശ വാർഡുകളിൽ ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ 69.15% പോളിംഗ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചവർക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ സംസ്ഥാനത്ത് ഓൺലൈൻ സംവിധാനമൊരുങ്ങി. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസത്തെ സമൂഹത്തിന്റെ അസമത്വം ഇല്ലാതാക്കാനും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനുമായി ഉപയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവും ശാസ്ത്രപരവുമായ ഉന്നമനത്തിനായി വിദ്യാർത്ഥികൾ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. Swami Vivekananda ji has said, we want education by which character is formed. Strength of mind is increased, the intellect is expanded, and by which one can stand on his own feet. That is the importance of education for which these universities have been created. While I congratulate the graduates for attaining this milestone in their lives, I urge you to reciprocate as every Guru got his own Guru Dakshana, and I am requesting you to do as Guru Dakshana that you should work for our country's economic, social and scientific prosperity. JNUവിലെ പൂർവ്വ വിദ്യാർത്ഥികൾ രാഷ്ട്രനിർമ്മാണത്തിനായി മഹത്തായ സംഭാവനകൾ നൽകിയവരാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സുമായി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും 19 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യയും ജർമ്മനിയും സാമ്പത്തിക പങ്കാളികൾ എന്നതിലുപരി ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും പ്രതിജ്ഞാബദ്ധമായ 2 രാജ്യങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ കവിഞ്ഞതായും ശ്രീ മോദി വ്യക്തമാക്കി. ഹരിത ഊർജ്ജം, നൂതന സാങ്കേതിക വിദ്യ, ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്നിവയിൽ ഇന്ത്യയും ജർമ്മനിയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. रक्षा और सुरक्षा में बढ़ता सहयोग हमारे आपसी भरोसे और साझी सोच का प्रतीक है. रक्षा व्यापार से जुड़ी प्राथमिकताओं को सरल बनाने के लिए मैं चांसलर मर्ज का हृदय से आभार व्यक्त करता हूं. हम रक्षा उद्योगों के बीच सहयोग बढ़ाने के लिए एक रोडमैप उस पर भी काम करेंगे, जिससे को डेवलपमेंट और को प्रोडक्शन के नए अवसर खुलेंगे. ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിലെ പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ, IT, എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകൾ തുടങ്ങിയവർക്ക് ജർമ്മനിയിൽ കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും നടന്നു. യുക്രൈനിലെയും ഇറാനിലെയും നിലവിലെ സാഹചര്യം, UN രക്ഷാസമിതി പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളും നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ജർമ്മൻ ചാൻസലറുടെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിരോധ വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ജർമ്മനി വഴി വിസ രഹിത യാത്ര അനുവദിക്കുന്നതിനും ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ റിക്രൂട്ട്മെന്റിനായി പ്രത്യേക സംവിധാനം ആരംഭിക്കുന്നതിനും തീരുമാനമായതായി അദ്ദേഹം അറിയിച്ചു. ഹരിത സംരംഭങ്ങൾക്കായി €1.25 ബില്യൺ സാമ്പത്തിക പിന്തുണ ജർമ്മനി പ്രഖ്യാപിച്ചതായും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രനിർമ്മാണത്തിൽ യുവശക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. നൂതനാശയങ്ങളും ഊർജ്ജവും ലക്ഷ്യബോധവും യുവജനങ്ങളെ രാഷ്ട്രനിർമ്മാണത്തിന്റെ മുൻനിരയിലേക്ക് നയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ചടങ്ങ് പുരോഗമിക്കുകയാണ്. യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ ഒരുക്കിയ പ്രദർശനം വീക്ഷിച്ച പ്രധാനമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി സംവദിച്ചു. ഇന്ത്യയുടെ വികസന ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് യുവജനങ്ങൾ തയ്യാറാക്കിയ ഉപന്യാസങ്ങളുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. കേരളത്തിൽ നിന്നുള്ള 60ഓളം യുവ പ്രതിനിധികളടക്കം 3000ഓളം പേരാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ദേശീയ യുവജന ദിനം.
ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സ്വാമി വിവേകാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഉൾക്കരുത്തും മാനവ സേവനവുമാണ് അർത്ഥപൂർണമായ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശ്വസിച്ചിരുന്നതായി രാഷ്ട്രപതി അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങൾക്ക് അദ്ദേഹം ഇന്നും ശക്തമായ പ്രചോദനം പകരുന്നതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ജനുവരി 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 28 മുതൽ ഫെബ്രുവരി 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 12 വരെയും 2 ഘട്ടങ്ങളായാണ് സമ്മേളനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.government.in, prasadbharati.government.in/pb vacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 69.15% പോളിംഗ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞത്ത് 66.97%, മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡിൽ 84.21%, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂറിൽ 81.57%മാണ് നിലവിലെ പോളിംഗ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന് നടക്കും. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചവർക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ഓൺലൈൻ സംവിധാനമൊരുങ്ങി. voters.eci.government.in വെബ്സൈറ്റ് ലിങ്കിൽ പ്രവേശിക്കുമ്പോൾ സബ്മിറ്റ് ഡോക്യുമെന്റ്സ് അഗെയിൻസ്റ്റ് നോട്ടീസ് ഇഷ്യൂഡ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മൊബൈൽ ഫോൺ നമ്പറോ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പറോ നൽകിയാൽ OTP ലഭിക്കും. ഇത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് രേഖകൾ സമർപ്പിക്കാം. ഈ രേഖകൾ പരിശോധിച്ച ശേഷമാകും ഹിയറിംഗിന് വിളിക്കണോ വേണ്ടയോ എന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ തീരുമാനിക്കുന്നത്. മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങി ശബരിമല സന്നിധാനം. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് പുറപ്പെട്ടു. മറ്റന്നാളാണ് മകരവിളക്ക്. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി 2015-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50 അവലോകന യോഗങ്ങൾ പൂർത്തിയാക്കി സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. ഈ സംരംഭത്തിന്റെ ഫലപ്രാപ്തിയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ബീഹാറിലെ പട്നയിൽ ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന JP സേതു റെയിൽ കം റോഡ് ബ്രിഡ്ജ്. 2001 നവംബറിൽ 3774 കോടി രൂപ ചെലവിൽ അനുവദിച്ച പദ്ധതി ഭൂമി സംബന്ധമായ തടസ്സങ്ങൾ, കയ്യേറ്റങ്ങൾ, പുനരധിവാസം തുടങ്ങിയ വെല്ലുവിളികൾ മൂലം വളരെയധികം കാലതാമസം നേരിട്ടു. 2015 മാർച്ച് 25-ന് പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പദ്ധതി അവലോകനം ചെയ്യുകയും ഭൂമി റെയിൽവേക്ക് കൈമാറി നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. 2022 മാർച്ച് 4-ന് പദ്ധതി പൂർത്തിയായത് പ്രകൃതി സംരംഭത്തിന്റെ വിജയഗാഥകളിലൊന്നാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ 60 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ അസമത്വം ഇല്ലാതാക്കാനും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനുമായി വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സുമായി ഗുജറാത്തിൽ ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. 19 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. രാഷ്ട്ര നിർമ്മാണത്തിൽ യുവശക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് തുടങ്ങും. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന്. കേരളത്തിലെ 3 തദ്ദേശ വാർഡുകളിൽ ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ 69.15% പോളിംഗ് രേഖപ്പെടുത്തി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചവർക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ സംസ്ഥാനത്ത് ഓൺലൈൻ സംവിധാനമൊരുങ്ങി.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.